അപ്പൊ കല്യാണം എന്ന് പറഞ്ഞ ഒരു ഐഡിയക്ക് അങ്ങനത്തെ ഒരു ഫാക്ടർ ഉണ്ട്. മറ്റേ ഈ പറയുന്ന നമ്മുടെ ഭാര്യ ഭർത്താവ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. പണ്ടത്തെ കല്യാണങ്ങൾ വലുതായിട്ട് നടത്തി സ്വർണവും അത്ര ആൾക്കാരെയൊക്കെ വിളിച്ച് നടത്തിയിരുന്നത് പണ്ട് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു സെക്കൻഡ് പെണ്ണും അതിനെ നടന്നു പോകുമ്പോൾ ഇവർ ആരാന്നുള്ള ഒരു സമൂഹത്തിന്റെ ക്വസ്റ്റ്യനിങ് ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാവരെയും വിളിച്ചിട്ട് അതെന്റെ ഭാര്യയാണ്, അതുകൊണ്ടാണ് ഞാൻ നടന്നത്, അത് ഭർത്താവാണ് എന്നുള്ള ഒരു പരിപാടി പറയുന്നത്. ഭർത്താവിന്റെ സ്റ്റാറ്റസ് ആണ് ഫാമിലിയുടെ സ്റ്റാറ്റസ്. അത് നമ്മുടെ ഉണ്ടായി വന്നതാണ്. അത് പക്ഷെ ഈ നേരത്തെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ സമൂഹങ്ങൾ മാറി നമ്മൾ റിഫൈൻഡ് ആയി ടെക്നോളജിക്കലിയും വിദ്യാഭ്യാസപരമായി നമ്മൾ മുന്നോട്ട് പോകും തോറും നമ്മുടെ സൊസൈറ്റി മാറും, ആൾക്കാരുടെ ജീവിത രീതി മാറും, തോട്ട് പ്രോസസ്സുകൾ മാറും, നമുക്ക് സിനിമകളുടെ രീതി മാറും, നമ്മൾ കാണുന്ന സിനിമകൾ മാറും, നമ്മുടെ ആഘോഷങ്ങളുടെ രീതി മാറും, എല്ലാം മാറും. നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്ത് വളരുന്ന ആൾക്കാർ. ഇപ്പൊ പണ്ടത്തെ കല്യാണം എന്ന് പറഞ്ഞാൽ നോക്കിയാൽ അറിയാം, മറ്റേ രാവിലെ എണീറ്റ് ഇതും കൊടുത്ത് ദക്ഷിണം കൊടുത്ത് വീട്ടിൽ കയറുക, പാലും പഴമൊക്കെ കൊടുക്കുക, ഇതൊക്കെ തന്നെ ഉണ്ടാവും. ഇപ്പൊ നോക്കി ഹൽദി ഉണ്ട്, സേവ് ദ ഡേറ്റ് ഉണ്ട്, ഇതൊന്നും ചെലവാണ്. ഇപ്പോഴത്തെ കല്യാണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉള്ളതാണ്. ഇതൊക്കെ ഇപ്പൊ ചടങ്ങായി മാറി. അപ്പൊ അങ്ങനെയാണ് ഇതെല്ലാം നമ്മുടെ കൂട്ടത്തിൽ വന്നത്. അപ്പൊ ഞങ്ങൾക്ക് അതിനകത്തുനിന്ന് വേറിട്ട ഒരാളായിരുന്നു, ഒരു മാതൃകയായിരുന്നു. അത് ആക്ച്വലി അപ്പൊ ഞങ്ങൾ